വാർത്തകൾ തുടരുന്നു. വിജയദശമിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് ഇന്ന് ആദ്യമായി അക്ഷരലോകത്തേക്ക് ചുവടുവയ്ക്കുന്ന നിരവധി കുരുന്നുകളുണ്ട്. ഇപ്പോൾ കൊല്ലൂർ മൂകാംബികയിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, നമുക്കറിയാം ഈ ഒരു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഏറെ പ്രശസ്തമായത് തന്നെ ഈ ഒരു സരസ്വതി ദേവിയുടെ ഈ ഒരു കടാക്ഷം ലഭിക്കാനായി നിരവധി ആളുകൾ, മലയാളികൾ അടക്കമുള്ളവർ ഇന്ന് ഈ ഒരു കുരുന്നുകളെ ആദ്യാക്ഷരം കൊല്ലൂർ മൂകാംബിക ദേവിയുടെ മുന്നിൽ തന്നെ നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിരവധി ആളുകൾ എത്തുന്നുണ്ടാകും. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ? ആദ്യമായി ആദ്യാക്ഷരം കുറിക്കുവാൻ നിരവധി കുരുന്നുകളാണ് പല ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളിലടക്കം എത്തുന്നത്. ആദ്യമായി ഈ ഒരു അക്ഷരം കുറിക്കുന്നതിൻ്റെ ആവേശവും അതുപോലെ തന്നെ ഒരു സങ്കടവും സന്തോഷവും എല്ലാം ഈ ഒരു കുരുന്നുകളുടെ മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. നിരവധി ക്ഷേത്രങ്ങളിലടക്കം വിപുലമായ ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, നമുക്കറിയാം ഈ ഒരു കൊല്ലൂർ മൂകാംബികയിൽ കുരുന്നുകളെ എഴുത്തിനിരുത്തണം എന്ന ആഗ്രഹത്തോടു കൂടി വരുന്ന മലയാളികൾ അടക്കമുള്ള നിരവധി ആളുകൾ ഉണ്ടാകും. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ? ദീപ്തി, പ്രശസ്തമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. 3 മണിക്ക് നട തുറന്ന് 4 മണി മുതലാണ് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു തുടങ്ങിയത്. സരസ്വതി മണ്ഡപത്തിന് സമീപത്തായി ഇന്ന് 12:30 വരെയാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾ ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിലെ മുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിൽ 20ഓളം പുരോഹിതന്മാരാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ഇത്തവണയും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രം ഭാരവാഹികൾ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇത്തവണയും നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടി നടക്കുന്ന വിജയോത്സവത്തോടെയാണ് കൊല്ലൂരിലെ നവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിയാകുക. എന്തായാലും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മഹാനവമി ദിനത്തിലെ രഥാരോഹണ ചടങ്ങുകൾക്കും വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങുകൾക്കുമായി ഇത്തവണയും നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി നടക്കുന്ന വിജയോത്സവത്തോടെ കൊല്ലൂരിൽ 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിയാകും. ഇന്ന് 12:30 വരെയാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾ ഉണ്ടാകുക. എല്ലാവിധ ക്രമീകരണങ്ങളും ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും നിരവധി പേരാണ് ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച ചടങ്ങുകളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സരസ്വതി മണ്ഡപത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഇപ്പോൾ ആദ്യാക്ഷരം കുറിക്കുന്നത്. ദീപ്തി. ജോസഫ്, അതുപോലെ തന്നെ നമുക്കറിയാം ഏറെ പ്രശസ്തമായ ഒരു ക്ഷേത്രം തന്നെ ആയതുകൊണ്ട് തന്നെ ഈ മലയാളികൾ നിരവധി ആളുകൾ ഈ ഒരു ക്ഷേത്രത്തിൽ ആദ്യമായി കുരുന്നുകളെ അക്ഷരം കുറിക്കുവാനും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനായി നിരവധി മലയാളികൾ അടക്കം എത്തിച്ചേരുന്നുണ്ടോ? അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, തീർച്ചയായും മലയാളികളാണ് ഏറ്റവും കൂടുതലായി ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി നാളുകൾ സന്ദർശിക്കുന്ന ഭക്തജനങ്ങളിലേറെയും. കാരണം ഇത്തരത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കലാപരമായും വിദ്യാഭ്യാസപരമായും കുറെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് സരസ്വതി ദേവിയുടെ അനുഗ്രഹം തേടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്ന പതിവുള്ളത്. ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ കൊല്ലൂരിൽ പോയി തിരിച്ചു വന്നു. ഇന്നും കുറെ ആളുകൾ വിദ്യാരംഭ ചടങ്ങുകൾക്ക് വേണ്ടി പോകുന്നുണ്ട്. ഇന്നലെ നടന്നിരുന്ന രഥോത്സവം അതായത് ദേവിയുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥോത്സവത്തിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. ദേവിയുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥം ക്ഷേത്രത്തെ 3 തവണ വലം വെച്ചു. ഈ 3 തവണ വലം വെക്കുമ്പോഴും ഈ ദേവീ ക്ഷേത്രത്തിൽ നിന്ന് ഈ നാണയത്തുട്ടുകൾ എടുക്കാനുള്ള തിരക്കിലായിരുന്നു ഭക്തജനങ്ങൾ. ഇത്തരത്തിൽ നാണയം ലഭിക്കുന്നവർക്ക് ഐശ്വര്യം ലഭിക്കുമെന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നത്. 9 നാൾ നീണ്ടു നിൽക്കുന്നതാണ് കൊല്ലൂരിലെ നവരാത്രി വിജയദശമി ആഘോഷങ്ങൾ. എന്തായാലും കഴിഞ്ഞ 9 ദിനങ്ങളിലായി വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കുണ്ട്. മാത്രമല്ല ഈ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും സമാന രീതിയിൽ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ 3 മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ നട തുറന്ന് 4 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. സരസ്വതി മണ്ഡപത്തിന്
സരസ്വതി മണ്ഡപത്തിനടുത്ത് തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകം ഇരിപ്പിടങ്ങളിൽ ഇരുന്നാണ് 20ഓളം പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ന് 12 മണി വരെ ഇത്തരത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. അതിനുശേഷം രാത്രി വൈകിട്ടോടുകൂടി നടക്കുന്ന ചടങ്ങുകളോടുകൂടിയാണ് 9 നാൾ നീണ്ടു നിൽക്കുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് പരിസമാപ്തി ഉണ്ടാകുക. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. കേരളത്തിന് അടുത്ത പ്രദേശമായ ദക്ഷിണ കന്നഡ മേഖലയിലാണ് ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സരസ്വതി ദേവിയുടെ അനുഗ്രഹം തേടി നിരവധിയായിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ ദിനം പ്രതി എത്തിച്ചേരുന്നത്. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിനം കൂടിയാണ്. ഇന്ന് വിദ്യാരംഭ ചടങ്ങുകൾക്കായി നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ശരി ജോസഫ്, ഈ ഒരു വിദ്യാരംഭത്തിന് ആദ്യാക്ഷരം കുറിക്കുവാനായി നിരവധി ആളുകളാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് മടക്കം എത്തുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അഴക്കുടി ദേവി ക്ഷേത്ര പരിസരത്ത് നിന്നും അബിന പിച്ചിറക്കൽ ചേരുന്നു. അബിന, ആദ്യാക്ഷരം കുറിക്കുവാനായി നിരവധി കുരുന്നുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകുമല്ലോ, എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? തീർച്ചയായും ദീപ്തി, നമുക്കറിയാം മലയാളികൾ ആഘോഷിക്കുന്ന, അതായത് ഏറ്റവും വലിയൊരു ആഘോഷം തന്നെയാണ് വിജയദശമി എന്ന് പറയുന്നത്. ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്നതിന് വേണ്ടി നിരവധി കുരുന്നുകളാണ് ഇന്ന് എത്തുന്നത്. അതോടൊപ്പം തന്നെ ആയുധ പൂജകളെല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. 8 മണിയോട് കൂടിയാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുക. അതിനായുള്ള കുട്ടികളെല്ലാം തന്നെ നിരവധി കുരുന്നുകളാണ് ഇന്ന് ഈ ഒരു അമ്പല പരിസരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൽ നിരവധി കുരുന്നുകൾ കരച്ചിലും അതോടൊപ്പം തന്നെ വലിയ സന്തോഷത്തിലുമാണ് എന്നുള്ളതാണ്. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ ഈ ആദ്യാക്ഷരം നുകരുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ ആ ഒരു കരച്ചിലും എല്ലാ തവണത്തെയും പോലെ തന്നെ കുരുന്നുകളെല്ലാം തന്നെ ഈ ഒരു അക്ഷരം നുകരുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നതാണ്. പ്രധാനമായും മേൽശാന്തി ശ്രീകൃഷ്ണ പ്രസാദ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹമാണ് 250ഓളം കുരുന്നുകളെ ഈ ക്ഷേത്രത്തിൽ വെച്ച് 250ഓളം കുരുന്നുകളാണ് അധ്യക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ വിപുലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ പൂജ, വാഹനം പൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മറ്റ് തന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് കുരുന്നുകളെ എഴുത്തിനിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്ന പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് എടുത്ത്, അതായത് പൂജയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ചടങ്ങുകളും എല്ലാം തന്നെ ഇന്ന് രാവിലെ 4 മണിയോട് കൂടിയാണ് ഇത്തരം ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചത്. ഈ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം നുകർന്ന് നൽകുക എന്നുള്ളതാണ്. ഇതെല്ലാം അമ്പലവും ആളുകളും എല്ലാം തന്നെ ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കുരുന്നുകളെല്ലാം തന്നെ അമ്പലത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. 8 മണിയോട് കൂടിയാണ് ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുക. അബിന, അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു വിജയദശമി ദിനത്തിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു കൊടുക്കാൻ ഈ ഒരു പ്രഗത്ഭരായ അല്ലെങ്കിൽ ഗുരുക്കന്മാരായ ആളുകളിൽ നിന്ന് തന്നെ അക്ഷരം പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി മാതാപിതാക്കൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ആരെങ്കിലും ക്ഷേത്ര പരിസരത്തുണ്ടോ? അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് മേൽശാന്തി ശ്രീകൃഷ്ണ പ്രസാദ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റാളുകളൊന്നും തന്നെ നമുക്കറിയാം ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ എഴുത്തുകാരും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സാഹിത്യക്കാരുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരവധി എഴുത്തുകാരുള്ള ഒരു ഇടമാണ്. ആദ്യ സ്ഥലങ്ങളിലെല്ലാം തന്നെ MC വാസുദേവൻ നായരെല്ലാം തന്നെ സജീവമായിരുന്നു ഈ ഇത്തരത്തിൽ ഈ എഴുത്തി നിൽക്കുന്നതിനെല്ലാം തന്നെ എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം പിന്നീട് ഈ MN കാരശ്ശേരിയും അതുപോലെ തന്നെ മറ്റാളുകളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ആദ്യാക്ഷരം നുകരുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും ഈ ഒരു ഭാഗത്തേക്ക് ആരെങ്കിലും വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ ഈ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളുമായി എത്തി തുടങ്ങുന്നതേയുള്ളൂ. ഏകദേശം 8 മണിയോട് കൂടി ഈ ആദ്യാക്ഷരം നുകരുന്നതിന് വേണ്ടിയിട്ട് കുരുന്നുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് സാധിക്കുന്നത്. ഏകദേശം 250ഓളം പേരാണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കുറെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ബുക്കിങ്ങിലെല്ലാം തന്നെ ഏകദേശം 250ഓളം
കുട്ടികളായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 8 മണിക്കാണ് ഈ അധ്യക്ഷണങ്ങളെല്ലാം തന്നെ കുരുന്നുകൾക്ക് നുകർന്നു നൽകുന്നത്. ഇപ്പോഴും രക്ഷിതാക്കളും കുരുന്നുകളെല്ലാം തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ശരി അഭിന, ഈ ഒരു വിദ്യാരംഭത്തിൽ ആദ്യാക്ഷരം കുറിക്കുവാനായി നിരവധി കുരുന്നുകളാണ് ഈ ഒരു ക്ഷേത്ര പരിസരങ്ങളിലേക്ക്, വിവിധ ക്ഷേത്രങ്ങളിലേക്കും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളിലടക്കം എത്തിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം പകർന്നു കൊടുക്കുവാൻ നിരവധി പ്രഗത്ഭരടക്കം ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. ആദ്യമായി അക്ഷരം കുറിക്കുന്നതിൻ്റെ ഒരു ആവേശവും എല്ലാം ഈ കുരുന്നുകളുടെ മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും സൂര്യഗായത്രിയും, പറവൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും വിനയ രാജ്, അഴക്കുടി ദേവി ക്ഷേത്ര പരിസരത്തിൽ നിന്നും അഭിന പി ചിറക്കൽ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.